കുട്ടികൾക്കായുള്ള ചെറുനീതി കഥകൾക്ക് സോണിക് ഒക്ടേവിറ്റ്സ് മലയാളം കിഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ പുതിയ വീഡിയോകൾക്ക് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ. ഈ കഥയുടെ പേര് വായാടി ആമ. പണ്ടൊരു കാലത്ത് ഒരു മനോഹരമായ ഗ്രാമത്തിൽ ഒരു ചെറിയ കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ ഒരു ചെറിയ ആമ ജീവിക്കുകയായിരുന്നു. ആ ആമ ആരെ കണ്ടാലും എപ്പോ നോക്കിയാലും സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് ഇങ്ങനെ ഏതു നേരവും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും ദേഷ്യം വന്നു. ഒരു ദിവസം രണ്ടു പെരുന്താറാവ് അവിടെ വെള്ളം കുടിക്കാൻ വന്നു. വെള്ളം കുടിച്ചതും ആകാശത്തേക്ക് നോക്കി രണ്ടും സന്തോഷത്തോടെ പറന്നുപോയി. ഇത് കണ്ട ആമയ്ക്കാണെങ്കിൽ പെരുന്താറാവിനെ പോലെ തന്നെ പറക്കണമെന്ന് ആശ തോന്നി. അടുത്ത ദിവസം, സുഹൃത്തുക്കളെ, നിങ്ങളെ പോലെ തന്നെ പറക്കണമെന്ന് എനിക്കും ആശയായിട്ടുണ്ട്. നിങ്ങളോടൊപ്പം എന്നെയും പറക്കാൻ കൊണ്ടുപോകുമോ? പെരുന്താറാവ് പറഞ്ഞു. അതിന് നിനക്ക് ചിറകുകളില്ലല്ലോ, നിന്നെ കൊണ്ട് എങ്ങനെ പറക്കാൻ പറ്റും? എനിക്കെങ്ങനെയെങ്കിലും പറക്കാൻ പഠിപ്പിച്ചതായോ? കുറച്ചു നേരം ആലോചിച്ച പെരുന്താറാവ് ആമയെ കണ്ടു പറഞ്ഞു, ഞങ്ങൾ നിന്നെ പറക്കാൻ കൊണ്ടുപോകാം. പക്ഷേ നീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നാൽ ഞങ്ങളുടെ ആലോചനയൊക്കെ തെറ്റിപ്പോകും. ഞാനിനി ഒരു വാക്കുപോലും സംസാരിക്കില്ല. എന്നെ കൂടെ കൊണ്ടുപോകൂ. അടുത്ത ദിവസം അവർ രണ്ടുപേരും ഒരു വലിയ വടിയോടെ വന്നു. വടിയുടെ രണ്ട് ഭാഗങ്ങളും രണ്ട് പെരുന്താറാവും അവരുടെ വായിൽ വെച്ചുകൊണ്ട് വന്നു. ആമയോട് പറഞ്ഞു, വടിയുടെ നടുക്കുള്ള ഭാഗം നിന്റെ വായിൽ പിടിച്ചോളൂ. ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാം. പക്ഷേ നീ വായ തുറന്ന് സംസാരിച്ചാൽ നീ താഴെ വീഴും എന്ന് അവർ അതിനോട് പറഞ്ഞു. അതിന് ആമ പറഞ്ഞു, ഞാനിനി ഒരു വാക്കുപോലും സംസാരിക്കില്ല. ഉടൻ തന്നെ പെരുന്താറാവുകൾ ആമയെ പൊക്കിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കി പറന്നുപോയി. ആകാശത്തിൽ നിന്നും താഴെയുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട ആമ അങ്ങനെ അന്തം വിട്ടുപോയി. ഓ, എത്ര മനോഹരം! അങ്ങനെയെന്ന് അതിന്റെ വായ തുറന്ന് അത് സംസാരിച്ചു. അത് കാരണം ആ ആമ വടിയെ പിടിക്കാതെ മേലെ നിന്നും പിന്നെയും കുളത്തിലേക്ക് തന്നെ വീണു. ആവശ്യമില്ലാതെ സംസാരിച്ചതുകൊണ്ട് പറക്കുന്ന സന്തോഷത്തെ അത് നഷ്ടപ്പെടുത്തി. ഈ കഥയുടെ സന്ദേശം എന്തെന്നാൽ, ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാതെ സംസാരിച്ചാൽ നമുക്ക് എന്നും നഷ്ടം തന്നെയാണ്. കുട്ടികൾക്കായുള്ള ചെറുനീതി കഥകൾക്ക് സോണിക് ഒക്ടേവിറ്റ്സ് മലയാളം കിഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ പുതിയ വീഡിയോകൾക്ക് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ. രണ്ട് പൂച്ചകളും കുരങ്ങും. ഒരു പ്രാവശ്യം രണ്ട് പൂച്ചകൾ തമ്മിൽ കാണുകയായിരുന്നു. അവർക്ക് തമ്മിൽ ഇഷ്ടപ്പെട്ട് അവർ സുഹൃത്തുക്കളായി. ഒരു ദിവസം അവർ എന്തെങ്കിലും വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കണമെന്ന് ആശിക്കുകയായിരുന്നു. അത് വാങ്ങിക്കാൻ അവർ ഒരു കടയ്ക്ക് പോയി. ആ കടയിൽ അവർ വെണ്ണ വച്ചിരിക്കുന്നത് കണ്ടു. പൂച്ചയ്ക്ക് വെണ്ണ വളരെ ഇഷ്ടമാണല്ലോ. അത് കാരണം രണ്ട് പൂച്ചകൾക്കും വെണ്ണ കണ്ട ഉടനെ വളരെ സന്തോഷമായി. ഒരു ഉരുണ്ട വെണ്ണ എടുത്തുകൊണ്ട് കുറെ ദൂരത്ത് ആരുമില്ലാത്ത സ്ഥലത്തേക്ക് വേഗത്തിൽ ഓടിപ്പോയി. വെണ്ണ കഴിക്കാമെന്ന് അവർ കയ്യിലെടുത്തു. പക്ഷേ അപ്പോ എന്ന് നോക്കി ഒരു പുതിയ പ്രശ്നം വന്നു. അത് എങ്ങനെ രണ്ട് സമമായ ഭാഗങ്ങളായി പിരിച്ചെടുക്കുക എന്ന് പ്രശ്നം വന്നു. ഒരു പൂച്ച വെണ്ണ ഉരുണ്ടകളെ സമമായി പിരിച്ചു. പക്ഷേ രണ്ടാമത്തെ പൂച്ചയ്ക്ക് അത് തൃപ്തിയില്ല. അത് കയ്യിൽ വാങ്ങി പിരിച്ചു നോക്കി. പക്ഷേ ഇപ്പോ ഇത് ആദ്യത്തെ പൂച്ചയ്ക്ക് ശരിയായി തോന്നിയില്ല. അവർ ദൂരെ ഒരു മരത്തിന്റെ മേലെ ഒരു കുരങ്ങിരിക്കുന്നത് കണ്ടു. ആ പൂച്ചകൾ കുരങ്ങിനെടുത്ത് കൊടുത്ത് വെണ്ണ ഉരുണ്ടകളെ സമമായി പിരിച്ചു വാങ്ങാമെന്ന് കരുതി. അത് പിരിച്ചു വാങ്ങിക്കാൻ അവർ ആ കുരങ്ങിനെ വിളിച്ചു. കുരങ്ങ് ചേട്ടാ, ഞങ്ങൾക്കൊരു സഹായം ചെയ്യുമോ? അതിന് ആ കുരങ്ങ് പറഞ്ഞു, ഹഹോ, എന്തായാലും ചെയ്യാം. ഞങ്ങളുടെ അടുത്ത് ഒരു വെണ്ണ ഉരുണ്ടയുണ്ട്. അത് നിങ്ങൾ ശരിയായിട്ട് സമമായി പിരിച്ചു തരുമോ? രണ്ട് ഭാഗമായി. ആർക്കും വെണ്ണ അധികമായിട്ടോ അല്ല കുറവായിട്ടോ കൊടുക്കരുത്, ശരിയാ? ഇത് കേട്ട കുരങ്ങിന് വളരെ സന്തോഷമായി. അത് ആലോചിച്ചു. കുരങ്ങ് മനസ്സിൽ വിചാരിച്ചു, ഓഹോ,
ഈ രണ്ട് പൂച്ചകൾക്കും നടുവിൽ എന്തോ പ്രശ്നമാണ്. ഇതുങ്ങൾക്കുള്ളിൽ ശണ്ടയാണെന്ന് തോന്നുന്നു. ഇത് കാരണം നമുക്ക് തന്നെ ലാഭം. അത് പൂച്ചകളോട് പറഞ്ഞു, നിശ്ചയമായിട്ടും ഈ വെണ്ണ ഉരുണ്ടയെ ഞാൻ 2 ഭാഗമായി പിരിച്ചു തരാം. അവരെടുത്തു നിന്നും വെണ്ണ ഉരുണ്ടകൾ വാങ്ങി അത് 2 ഭാഗമായി പൊട്ടിച്ചു. ആ ഭാഗങ്ങളെ കണ്ട് പൂച്ചകളിൽ ഒരു പൂച്ച പറഞ്ഞു, കുരങ്ങ് ചേട്ടാ, ഭാഗങ്ങൾ സമമായിട്ടില്ലല്ലോ. നിന്റെ വലത് കൈയിലിരിക്കുന്ന ഭാഗം ഇന്നും വലുതാണ്. അതിന് ആ കുരങ്ങ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. 1 സെക്കൻഡിൽ 2 ഭാഗങ്ങളെയും ഞാൻ സമമാക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് തന്റെ വലത് കൈയിലുള്ള ഭാഗത്തിൽ നിന്നും കുറച്ചെടുത്ത് കഴിച്ചു. അങ്ങനെ കഴിച്ചതും അതിന്റെ ഇടത് കൈയിലുള്ള ഉരുണ്ട വലത് കൈയിലുള്ള ഉരുണ്ടയെ വിட വലുതായി. അതിന് ഇന്നൊരു പൂച്ച പറഞ്ഞു, അയ്യോ കുരങ്ങ് ചേട്ടാ, ഇപ്പവും സമമായിട്ടില്ലല്ലോ. ഇപ്പോ ഇടത് കൈയിൽ വലത് കൈയിനെ വിட വലുതായിട്ടുണ്ടല്ലോ. അതിന് കുരങ്ങ് പറഞ്ഞു, അടാ അതെ, നീ പറഞ്ഞത് ശരിയാണ്. നിക്ക്, ഇതും ശരിയാക്കാം. ഇങ്ങനെ പറഞ്ഞ് അത് ഇടത് കൈയിലുള്ള കുറച്ച് വെണ്ണയും കഴിച്ചു. പിന്നെ പറഞ്ഞു, ഇപ്പൊ നോക്ക്, ഇപ്പൊ സമമായോ? അതിനെ ആദ്യത്തെ പൂച്ച പറഞ്ഞു, എവിടെ സമമായി? പിന്നെയും വലത് കൈയിൽ വെണ്ണ അധികമായി. സമമാക്കി തരാം എന്ന് പറഞ്ഞു തന്നെ ആ കുരങ്ങ് എല്ലാ വെണ്ണയും കഴിച്ചു. 2 പൂച്ചകളും വായടച്ച് നോക്കിക്കൊണ്ട് നിന്നു. എല്ലാ വെണ്ണയും കഴിച്ച കുരങ്ങ് ഒരേ ജമ്പിൽ അതിന്റെ മരത്തിന്റെ മേലെ തന്നെ പിന്നെയും പോയിരുന്നു. 2 പൂച്ചകൾക്കും ഒരു വായ് വെണ്ണ പോലും രുചിക്കാൻ കിട്ടിയില്ല. കുട്ടികളെ, ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് ഒരിക്കലും യുദ്ധം ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ മൂന്നാമതൊരാൾ വന്ന് നമ്മളെ ഏമാറ്റിക്കൊണ്ടു പോകും. കുട്ടികൾക്കായുള്ള ചെറുനീതി കഥകൾക്ക് സോണിക് ഒക്ടേവിറ്റ്സ് മലയാളം കിഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകൾക്ക് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ. ഈ കഥയുടെ പേര് തൊപ്പിക്കാരനും കുരങ്ങുകളും. ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ മഹാദേവ് എന്ന ഒരാൾ ഉണ്ടായിരുന്നു. തൊപ്പികൾ തെക്കുന്നതാണ് അയാളുടെ ജോലി. വേറെ നിറങ്ങളിൽ കുറെ തൊപ്പികൾ ഉണ്ടാക്കും. കറുപ്പ് തൊപ്പി, ചുവന്ന തൊപ്പി, വെള്ള തൊപ്പി, ഉരുണ്ട തൊപ്പി, ത്രികോണ തൊപ്പി എന്നിങ്ങനെ പലതരത്തിലുള്ള തൊപ്പികൾ ഉണ്ടാക്കുകയായിരുന്നു അവൻ. ഒരു ദിവസം അവൻ നിറയെ തൊപ്പികൾ തെച്ച് കൂടയിൽ വെച്ചു. അവൻ ആലോചിച്ചു, നാളെ ഞാൻ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി എല്ലാ തൊപ്പികളും വിൽക്കും. പക്ഷേ ഞാൻ അത്ര ദൂരം പോകുന്നതിന് കൂടെ തുണയും വേണമല്ലോ. അതുകൊണ്ട് അവൻ അടുത്ത വീട്ടിലേക്ക് പോയി. ബൻസി, നാളേക്ക് നീ എന്റെ കൂടെ വരുന്നു? ബൻസി അവന്റെ അമ്മയോട് പോയി ചോദിച്ചു. അമ്മേ, ഞാൻ മഹാദേവന്റെ കൂടെ അടുത്ത ഗ്രാമത്തിലേക്ക് തൊപ്പി വിൽക്കാൻ പോകട്ടെ? അവന്റെ അമ്മ പറഞ്ഞു, വേണ്ട ബൻസി, നീ വളരെയധികം കുസൃതി കാട്ടും. ബൻസി പറഞ്ഞു, ഇല്ല അമ്മ, ഞാൻ മഹാദേവനെ ഒരു കഷ്ടവും കൊടുക്കില്ല. ബൻസിയുടെ അമ്മയും സമ്മതിച്ചു. അടുത്ത ദിവസം ബൻസി മഹാദിന്റെ കൂടെ നാട്ടിലേക്ക് പോവാൻ ഒരുങ്ങി. ബൻസിയുടെ അമ്മയാണെങ്കിൽ അവന് കഴിക്കാൻ കുറെ ലഡ്ഡുകൾ, കേക്കുകൾ എല്ലാം ഒരു പാത്രത്തിലിട്ട് കൊടുത്തയച്ചു. ബൻസി വളരെ സന്തോഷത്തോടെ മഹാദേവന്റെ കൂടെ പോയി. അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉച്ചനേരമായി. ബൻസിക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങി. മഹാദേവനും തളർന്നുപോയി. അവർ രണ്ടുപേരും ഒരു മരത്തിന്റെ അടിയിൽ പാത്രങ്ങൾ തുറന്ന് കഴിക്കാനിരുന്നു. കഴിച്ചതിന് ശേഷം കുറച്ചു നേരത്തിൽ ബൻസി ഉറങ്ങി. മഹാദേവനും ഉറങ്ങി. ആ മരത്തിന്റെ മേലെയാണെങ്കിൽ കുറെ കുരങ്ങുകൾ ഉണ്ടായിരുന്നു. വലിയ കുരങ്ങ്, ചെറിയ കുരങ്ങ്, വെള്ള കുരങ്ങ്, കറുപ്പ് കുരങ്ങ്, മാനിറ കുരങ്ങ് എന്ന് കുരങ്ങുകൾ ഉണ്ടായിരുന്നു. ഓരോന്നായി ആ കുരങ്ങുകൾ താഴേക്കിറങ്ങി വന്നു. ഒരു കുരങ്ങ് വന്ന് ഒരു തൊപ്പിയെടുത്ത് തന്റെ തലയിൽ വെച്ചിട്ട് പോയി. അടുത്ത കുരങ്ങ് വന്നു. അതും
ഒരു തൊപ്പിയെടുത്ത് തലയിൽ വെച്ചിട്ട് പോയി. ഇങ്ങനെ ഓരോരോ കുരങ്ങുകളായി വന്ന് തൊപ്പികളൊക്കെ എടുത്തിട്ട് മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. മഹാദ് മാമൻ എണീച്ചിട്ട് ബൻസിയെയും എഴുന്നേൽപ്പിച്ചു വിട്ടു. അവൻ പറഞ്ഞു, അയ്യോ ബൻസി, നമ്മുടെ തൊപ്പിയെല്ലാം ആ കുരങ്ങുകൾ എടുത്തുകൊണ്ടുപോയി. ആ തൊപ്പികളൊക്കെ തിരികെ വാങ്ങാൻ മഹാദ് മാമൻ ഒരു കല്ലെടുത്ത് ആ കുരങ്ങുകളുള്ള മരത്തിലേക്ക് എറിഞ്ഞു. കുരങ്ങുകളും മരത്തിലുള്ള പഴങ്ങളെടുത്ത് മഹാദ് മാമന്റെ മേലെ വീശിയെറിഞ്ഞു. അപ്പോൾ ബൻസിക്ക് ഒരു ഐഡിയ തോന്നി. അവൻ കുരങ്ങുകളെ നോക്കി മുഖം ചുളിച്ച് ഓരോരോ ആംഗ്യങ്ങൾ കാണിക്കാൻ തുടങ്ങി. അവൻ തല ചൊറിഞ്ഞുകൊണ്ട് തന്റെ തലയിലുള്ള തൊപ്പിയെടുത്ത് താഴേക്ക് വീശി. ബൻസിയെ കണ്ട കുരങ്ങുകളും തങ്ങളുടെ തലയിലുള്ള തൊപ്പിയെടുത്ത് നിലത്തേക്ക് വീശിയെറിഞ്ഞു. ബൻസി ചിരിച്ചുകൊണ്ടേ മഹാദ് മാമന്റെ അടുത്ത് പറഞ്ഞു, ഇന്ന മഹാദ് മാമ, നിങ്ങൾക്ക് എല്ലാ തൊപ്പികളും തിരികെ കിട്ടി. മഹാദ് മാമൻ വേഗം എല്ലാ തൊപ്പികളും കൂടയിലെടുത്തു വെച്ചു. പിന്നീട് അവർ പുറപ്പെട്ടു. മഹാദ് മാമൻ സ്നേഹത്തോടെ ബൻസിക്ക് ഒരു തൊപ്പിയും സമ്മാനമായി കൊടുത്തു. ബൻസിയും അത് സന്തോഷത്തോടെ ധരിച്ചുകൊണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി. കുട്ടികളെ, ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത്? എന്ത് പ്രശ്നങ്ങളായിരുന്നാലും ഏതെങ്കിലും ഒരു വഴിയിൽ കൂടി ആ പ്രശ്നത്തെ നമ്മൾ തീർക്കാൻ പറ്റും. കുട്ടികൾക്കായുള്ള ചെറുനീതി കഥകൾക്ക് സോണിക് ഒക്ടേവിറ്റ്സ് മലയാളം കിഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ പുതിയ വീഡിയോകൾക്ക് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ. ഈ കഥയുടെ പേര് നീല നിറ ചെന്നായ. ഒരു അടർന്ന കാനകമുണ്ടായിരുന്നു. ആ കാട്ടിൽ കുറെ മൃഗങ്ങൾ ഉണ്ടായിരുന്നു. അതേ കാട്ടിൽ തന്നെ ഒരു ചെന്നായയും ഉണ്ടായിരുന്നു. അത് ഭക്ഷണം തേടി ദിവസവും ഇവിടെയും അവിടെയും അലഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം കാട്ടിന്റെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അത് എത്തിച്ചേർന്നു. അവിടെ ചില ധോബിമാർ തുണി അലക്കുന്നത് അത് കണ്ടു. ആ ധോബികൾ തുണികൾക്ക് ചായവും പിടിപ്പിക്കുകയായിരുന്നു. ഉച്ചയൂണിന്റെ സമയമായതുകൊണ്ട് അവരെല്ലാവരും കഴിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ ആ ചെന്നായ ആ സ്ഥലത്ത് ഇവിടെയും അവിടെയും ചുറ്റിത്തിരിയാൻ തുടങ്ങി. പെട്ടെന്ന് അത് വഴുതി അവിടെ നീല നിറം വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിലേക്ക് വീണുപോയി. ആ പാത്രത്തിൽ നിന്നും വെളിയിൽ വന്നതും അതിന്റെ ശരീരം മുഴുവൻ നീല നിറമായി മാറിപ്പോയി. അതിന് ദാഹിച്ചതുകൊണ്ട് വെള്ളം കുടിക്കാനായി അത് അടുത്തുള്ള കുളത്തിലേക്ക് പോയി. അത് വെള്ളം കുടിക്കാൻ കുളത്തിലേക്ക് നോക്കിയപ്പോൾ തന്റെ ദൃശ്യം തന്നെ അത് കണ്ടു. ആദ്യം അതിനെ കണ്ട് അത് തന്നെ പേടിച്ചു. പിന്നീട് അത് മനസ്സിലാക്കി വെള്ളത്തിൽ തന്റെ ദൃശ്യം തന്നെ കണ്ട് അത് പേടിച്ചതാണെന്ന്. അത് മുഴുവനും നീല നിറത്തിലുള്ള മൃഗമായി തന്നെ മാറി. പെട്ടെന്ന് അതിനൊരു ആലോചന വന്നു. അതിന് തോന്നി മറ്റുള്ളവരെടുത്ത് അത് സ്വർഗത്തിൽ നിന്നും വന്ന മൃഗമാണെന്ന് കാണിക്കാമെന്ന്. അങ്ങനെ ചെയ്താൽ ആ കാട് മുഴുവൻ താൻ തന്നെ ഭരിക്കാമെന്ന് അത് വിചാരിച്ചു. അങ്ങനെ പീഡിപ്പിച്ചാൽ മറ്റുള്ള മൃഗങ്ങളെ കൽപ്പിക്കാനും പറ്റുമല്ലോ. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അത് കാട്ടിലേക്ക് തിരിച്ചു വന്നു. മറ്റുള്ള മൃഗങ്ങൾ ഈ നീല നിറത്തിലുള്ള മൃഗത്തെ കണ്ട് പേടിച്ചുപോയി. അവർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആന പറഞ്ഞു, ഏയ്, ഇത് എന്താണ് ഒരു പുതിയ പ്രാണി? കണ്ടാൽ രാക്ഷസ പ്രാണിയെ പോലെ ഉണ്ടല്ലോ. അതിന് പുലി പറഞ്ഞു, ഇല്ല, അതിനെ കണ്ടാൽ രാക്ഷസ പ്രാണിയാണെന്ന് തോന്നുന്നില്ല. അത് എവിടെ നിന്നാ വന്നതെന്നും നമുക്കറിയില്ല. അത് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു അണ്ണാൻ ഇവിടെയും അവിടെയും തിരിഞ്ഞുകൊണ്ടിരുന്നു. നീല നിറ ചെന്നായിനെ കണ്ടതും അത് പറഞ്ഞു, ആഹാ, ഈ മൃഗത്തിനെ കണ്ടാൽ നരകത്തിൽ നിന്നും വന്ന മൃഗത്തിനെ പോലെ ഉണ്ടല്ലോ. അയ്യോ, ഞാൻ പോകുക. എല്ലാ മൃഗങ്ങളും അതിനെ കണ്ട് വളരെ പേടിച്ചുപോയി. പക്ഷേ ഈ മൃഗം എവിടെ നിന്നാണ് വന്നതെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ ഇരുന്നു. അതിനെക്കുറിച്ച് അതിനോട് തന്നെ പോയി ചോദിക്കാമെന്ന് അവർ ആലോചിച്ചു. അപ്പോഴത്തേക്കും കൂട്ടത്തോടെ ഉണ്ടായിരുന്ന ചെന്നായ്ക്കൾ അവരുടെ ശബ്ദത്തിൽ വിളിക്കാൻ തുടങ്ങി.
അവരുടെ ശബ്ദം കേട്ടതും ആ നീല നിറത്തിലുള്ള ചെന്നായെ കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. ആ ശബ്ദത്തിന് എതിരെ അതും ശബ്ദിക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടതും മറ്റുള്ള മൃഗങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മുടെ കൂടെയുള്ള ആ ചെന്നായി തന്നെയാണെന്ന്. എല്ലാ മൃഗങ്ങളും അതിന്റെ അടുത്ത് പോയി തങ്ങളെ പേടിപ്പിച്ചതിനു വേണ്ടി അതിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. അത് കാരണം ആ നീല നിറ ചെന്നായ തന്റെ ദേഹം എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്ന് അവരോട് പറയാൻ നേരിട്ടു. എല്ലാ മൃഗങ്ങൾക്കും അത് തങ്ങളെ മണ്ടനാക്കാൻ നോക്കിയെന്ന് മനസ്സിലായി. ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്തെന്നാൽ നമ്മൾ എല്ലാവരെയും മണ്ടന്മാരാക്കാൻ ശ്രമിച്ചാൽ അത് ഒരു ദിവസം എല്ലാവർക്കും മനസ്സിലാവും. കുട്ടികൾക്കായുള്ള ചെറുനീതി കഥകൾക്ക് സോണിക് ഒക്ടേവിറ്റ്സ് മലയാളം കിഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ പുതിയ വീഡിയോകൾക്ക് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ. നമ്മളിപ്പോൾ സ്വർഗമുട്ടയിടുന്ന കോഴിയുടെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. പണ്ടൊരു കാലത്ത് ഹോഷിയാർപൂർ എന്ന ഗ്രാമം നല്ല അഭിവൃദ്ധിയോടെ ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ രാംസിംഗ് എന്നൊരു കർഷകൻ ഉണ്ടായിരുന്നു. അവനും നല്ല അഭിവൃദ്ധിയോടെ ഉണ്ടായിരുന്നു. അവന്റെ അടുത്ത് കുറെ മാടുകൾ, ആടുകൾ, അതുപോലെ കോഴികളും ഉണ്ടായിരുന്നു. പശുവിന്റെ പാലും കോഴികളുടെ മുട്ടയും വിറ്റ് അവൻ ഇന്നും കുറെ പൈസ സമ്പാദിച്ചു. ഒരു ദിവസം അവന്റെ ഒരു കോഴി അവന് ദിവസം സ്വർണ്ണമുട്ടയിടുന്നു എന്ന കാര്യം അവൻ അറിഞ്ഞു. ഇങ്ങനെ ഒരു അത്ഭുതമായ കോഴി തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് രാംസിംഗിന് വളരെ സന്തോഷമായിരുന്നു. ആ കോഴി ദിവസം ഒരു സ്വർണ്ണമുട്ട രാംസിംഗിന് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം രാംസിംഗ് ഒരു സ്വർണ്ണമുട്ട എടുത്തുകൊണ്ട് സ്വർണ്ണക്കടയ്ക്ക് പോയി. ആ കടക്കാരനോട് ചോദിച്ചു, സുഹൃത്തെ, നീ ഈ സ്വർണ്ണമുട്ട എടുത്തുകൊണ്ട് അതിന് പകരം എനിക്ക് പൈസ തരുമോ? കടക്കാരനാണെങ്കിൽ ആ സ്വർണ്ണമുട്ട കണ്ടിട്ട് ഒരേ അത്ഭുതം. അവൻ രാംസിംഗിനെ കണ്ട് ചോദിച്ചു, അരേ രാംസിംഗ്, നിനക്ക് ഈ സ്വർണ്ണമുട്ട എവിടെ നിന്നാ കിട്ടിയത്? പക്ഷേ രാംസിംഗ് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. എന്തെന്നാൽ അവൻ ഈ കാര്യം രഹസ്യമായിരിക്കണമെന്ന് വിചാരിച്ചു. ദിവസവും രാംസിംഗ് ആ കടക്കാരനോട് പോയി സ്വർണ്ണമുട്ട കൊടുത്തിട്ട് അതിനുള്ള പൈസ വാങ്ങിയിട്ട് വന്നു. അത് കാരണം രാംസിംഗ് വേഗത്തിൽ പൈസക്കാരനായി. ഒരു ദിവസം ആ സ്വർണ്ണ കടക്കാരൻ രാംസിംഗോട് പറഞ്ഞു, അരേ രാംസിംഗ്, നീ ദിവസം ഇങ്ങനെ ഓരോരോ മുട്ടയെ കൊണ്ടുവരുന്നതിന് പകരം ഒന്നിച്ച് 10 മുട്ട കൊണ്ടുവന്നാൽ ഓരോരോ മുട്ടയ്ക്കും ഞാൻ ഇരട്ടിപ്പ് പൈസ നിനക്ക് തരാം. നിന്നെ കൊണ്ട് 10 മുട്ട കൊണ്ടുവരാൻ പറ്റുമോ? വീട്ടിലേക്ക് തിരിച്ചു വന്ന രാംസിംഗ് ആലോചിക്കാൻ തുടങ്ങി. ആഹാ, ഇത് നല്ല ഐഡിയ ആണല്ലോ. എന്റെ കോഴി ദിവസം ഒരു സ്വർണ്ണമുട്ട തരുന്നുണ്ടെങ്കിൽ അതിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിറയെ മുട്ടകൾ ഉണ്ടാവും. ഞാൻ അതിനെ കൊന്ന് എല്ലാ മുട്ടയും ഒന്നിച്ചെടുത്താൽ എന്താ? എല്ലാത്തിനും 2 ഇരട്ടി പൈസ സമ്പാദിക്കാം. അവൻ ആലോചിച്ചു, അതാണ് ശരി. നാളെ രാവിലെ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ദിവസം രാവിലെ രാംസിംഗ് വളരെ നേരത്തെ എണീറ്റ് കോഴിയുടെ അടുത്തേക്ക് പോയി. കോഴി നല്ല ജോളിയായി ഉറങ്ങുകയായിരുന്നു. രാംസിംഗ് ആ കോഴിയെ പിടിച്ച് കത്തി കൊണ്ട് വെട്ടി. അതിന്റെ വയറ് കീറിച്ചു. പക്ഷേ അവന് അവിടെ ഒന്നും കിട്ടിയില്ല. കോഴിയുടെ വയറ്റിൽ ഒരു സ്വർണ്ണമുട്ട പോലും ഇല്ല. രാംസിംഗിന് താൻ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായി. അവൻ തന്നെ അവനെ ചീത്ത പറഞ്ഞു. അവൻ ആലോചിച്ചു, ഞാൻ എത്ര മണ്ടനാണ്. ആ സ്വർണ്ണക്കടക്കാരന്റെ വാക്കുകൾ കേട്ട് എനിക്ക് പേരാശ വന്നുപോയി.
അതുകാരണം നഷ്ടപ്പെട്ടത് എന്റെ കോഴി മാത്രമല്ല, ദിവസം കിട്ടുന്ന സ്വർണ്ണമുട്ടയുമാണ്. എന്തൊരു മണ്ടത്തരമാ ഞാൻ ചെയ്തത്. കുട്ടികളെ, ഇതിൽ നിന്നും നമുക്കെന്താ മനസ്സിലാവുന്നത്? മറ്റുള്ളവർ പറയുന്നത് വെച്ചു അല്ല, സ്വയം നമ്മളായിട്ടു ഒരിക്കലും പേരാശപ്പെടാൻ പാടില്ല. നമ്മളടുത്ത് ഉള്ളത് വെച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം.